അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം. എന്തെൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിന്നാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ, സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേറിട്ടു പോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകേണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ഥികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടി നയച്ചഭിഷേകമോരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്കന്നതേവരു. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷ ദഗ്ധമാറു സൗമിത്രി നിൽക്കുന്നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാമന്ദിരവത്സനാനന്ദസ്വരൂപനിന്ദിര വിഗ്രഹൻ. ഇന്ദീവരാക്ഷനിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാഘ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനനിന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരൂപമൻ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ.
നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം. അതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ. വന്യസന്തപ്തലോഹസ്ഥാംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാം ഒഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രോഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാതഃ പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവീലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായ തൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ. ആമകുംഭാംബു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്ഥി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ.
മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയുക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതും വിദ്യ കേൾ. സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയുക നീ. മാതാപിതൃഭ്രാതമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചു കൊൾക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം. പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ. കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ. ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ. മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാപദാമാസ്പദം. സൗമിത്രി തന്നോടിവണ്ണമരുൾ ചെയ്തു. സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെപ്പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനീവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണമമ്മയും. ഭർതൃകർമാനുകരണമത്രേ പാതിവ്രത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം. മാതാവു മോതാലനുവദിച്ചിടുകിലേതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം. കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീംനി ചേർത്താദരാൽ മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ.
സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദ സേവാർത്ഥമായി നടീയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാലതിന്യായതൂവ അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗ തുല്യവദന രഘുപതേ എങ്കിൽ നീ പോന്നു കൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ. മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാൽ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരിണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതീ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികെടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസെ ഖേദമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നു തോന്നിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്മീ കുലമൊലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകയ പുത്രിയാമമ്മയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു. താതനതു കൊണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാകാശശിമുഖി താനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ. മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതു ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൻ.
എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്രസൂകര സൈരിഭവാരണവ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ട ഭയമെന്നറിഞ്ഞിടെടോ. മൂലഫലങ്ങൾ കട്വംള കഷായങ്ങൾ ബാലെ ഭുജിപ്പതീനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന പൂപാന്യപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാതാതപ പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറികെടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ? വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമ നീ വെണിഞ്ഞിടൊല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം, ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കഷ്ടിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടു വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യമിതിന്നിനിയും ഒന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കപിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തു പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണെ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മഞ്ഞവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ, സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. ഇത്തം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളമാതരാൽ സദൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ദ്വിജന്മാരും. പെയ്തിടുന്നിതശ്രുകണങ്ങളും. ജാനകി ദേവിയുമൻ പോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു. സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു
പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ പിന്നെ അയോധ്യ എന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭീരൻ രാമനാത്മാ രാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ. കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ലിന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയ പുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം. രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾക്കു വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ.